ആദിത്യൻ അനിൽകുമാർ ഉണ്ടോ? ആദിത്യൻ അനിൽകുമാറിന്റെ പരിപാടി ഇതുപോലെ എല്ലാവരും ഇരിക്കുന്ന ഒരു സദസ്സിൽ തന്നെ അവതരിപ്പിക്കേണ്ട പരിപാടിയാണ്. മക്കളെ എല്ലാവരും ഇരിക്കണം, ഒരെണ്ണാണെങ്കിൽ ആദിത്യൻ അനിൽകുമാറിന്റെ പരിപാടി കഴിയുമ്പോൾ സാറ് പഠിപ്പിച്ച കയ്യടി നല്ല സൂപ്പറായിട്ട് ചെയ്തു കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള മിടുക്കനായിട്ടുള്ള ആദിത്യനാണ്. ആദിത്യൻ അനിൽകുമാർ ഇപ്പോൾ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു വചനാമൃതം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആദിത്യൻ അനിൽകുമാർ. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു ബ്രഹ്മമാണ്, ഗുരു വിഷ്ണുവാണ്, ഗുരു മഹേശ്വരനാണ്. അതിനേക്കാൾ ഉപരി ഗുരു സാക്ഷാൽ പരബ്രഹ്മമാണ്. ഗുരുസ്തവത്തിൽ മഹാകവിയൻ കുമാരനാശാൻ ഗുരുവിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ആരായുകിരന്തത്വം ഒഴിച്ചാതി മകസിൽ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആരായി എഴുതുന്നവർക്ക് അന്ധത്വത്തെ ഇല്ലാതാക്കി നേരായ മാർഗം കാട്ടിത്തരുന്ന ദൈവമാണ് ശ്രീ നാരായണ ഗുരു. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അസംബദ്ധതയും കഴിഞ്ഞിരുന്ന നമ്മളെ ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് നയിച്ച ദൈവമാണ് ശ്രീ നാരായണ ഗുരു. നവോത്ഥാന നായകനായും വിപ്ലവകാരിയായും സാമൂഹ്യ പരിഷ്കർത്താവായും ഗുരുവിനെ ചിത്രീകരിക്കുമ്പോൾ ഗുരുവിന്റെ മഹനീയമായ ചരിത്രം അറിയണമെങ്കിൽ ഗുരുവിന്റെ ക്ഷേത്ര പ്രവേശനങ്ങളിലൂടെയും ഗുരുവിന്റെ സന്യാസി ശിഷ്യന്മാരിലൂടെയും ഗുരുവിന്റെ കൃതികളിലൂടെയും സഞ്ചരിച്ചാൽ മാത്രമേ ഗുരുവിന്റെ ഈശ്വരനെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഗുരുഗീതയിൽ പ്രതിപാദിക്കുന്നുണ്ട്, ഗുരുവിനപ്പുറത്തൊരു തത്വമില്ല, അപ്പുറത്തൊരു തപസ്സില്ല, അതിനപ്പുറത്തൊരു തത്വജ്ഞാനവുമില്ല. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അസംബദ്ധത്തിലും കഴിഞ്ഞിരുന്ന നമ്മളെ ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് നയിച്ച ദൈവമാണ് ശ്രീ നാരായണ ഗുരു. ക്ഷേത്രപ്രവേശനം നിഷേധിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്വന്തമായി ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് പ്രത്യേക ആരാധന നടത്തുകയും പിന്നീട് ശിവഗിരിയിൽ വിദ്യാദേവതയായി ശാരദാംബികയെ പ്രതിഷ്ഠിച്ച് ശാരദാ മഠവും അതിൽ നിന്നും വ്യത്യസ്തമായി ആലുവയിൽ ആലുവ ആശ്രമവും സ്ഥാപിച്ചു വന്നു. പിന്നീട് അരിയപ്പുറ എന്ന കൊച്ചി ഗ്രാമത്തിൽ ഗുരു എത്തിച്ചേരുകയും 1888 അരിയപ്പുറത്ത് ഗുരു ശിവപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അക്കാലത്ത് സവർണ മേധാവിത്വത്തോടുള്ള ഒരു തുറന്ന വെല്ലുവിളിയാണ് ഗുരു അരിയപ്പുറം പ്രതിഷ്ഠയിലൂടെ നടപ്പിലാക്കിയത്. അരിയപ്പുറ ക്ഷേത്ര ചുമതല ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നെഴുതിയത് ജാതി ചിന്ത ഇല്ലാതാക്കാനാണ്. 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രൂപീകരിച്ചത്. ഭൗതിക പുരോഗതിക്ക് വേണ്ടി SNDP യോഗവും ആത്മീയ പുരോഗതിക്ക് വേണ്ടി ശ്രീനാരായണ ധർമ്മ പരിപാലന രൂപീകരിച്ചു. എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.